എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു എള്ള് ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കർക്കിടക മാസത്തിൽ ശരീരത്തിന് ബലവും ഊർജവും നൽകുന്ന ഒരു പഴയ നാടൻ ലേഹ്യമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കറുത്ത എള്ളും മറ്റു പോഷക സമൃദ്ധമായ ചേരുവകളും ചേർത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ എള്ള് ലേഹ്യം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. എള്ള് ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം നല്ല കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തുണിയിലിട്ടിട്ട് ഉണക്കിയെടുത്തതാണിത്. വെയിലുള്ള സമയത്താണ് നിങ്ങൾക്ക് വെയിലത്ത് കഴുകി ഉണക്കിയിട്ട് എടുത്താൽ മതി. ഈ എള്ള് ലേഹ്യത്തിന് അങ്ങനെ കർക്കിടകത്തിൽ കഴിക്കണമെന്നില്ല, ഏത് കാലാവസ്ഥയിലും കഴിക്കാവുന്നതാണ്. എള്ള് വറക്കാനായിട്ട് ഇതാ ഗ്യാസ് അടുപ്പിൽ നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഇത് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ എള്ള് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത്. ചെറിയ പാത്രമാണെങ്കിൽ ഇത് 2 തവണയായിട്ട് വറുത്തെടുക്കണം. എള്ളിത നല്ല പോലെ തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എള്ള് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ആവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എള്ളിൽ നിന്നും വരുന്ന എണ്ണ നഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് 100 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം ബദാമും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വാൽനട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ബദാമും കാഷ്നട്ടും ഇവിടെ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് എള്ള് ലേഹ്യത്തിന് ഈ ഒരു വലിപ്പത്തിലുള്ള തേങ്ങ ചിരകിയെടുക്കാം. ആ ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 400 ഗ്രാം കരിപ്പെട്ടി ചക്കരയാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം എള്ളിന് 400 ഗ്രാം കരിപ്പെട്ടി കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിപ്പെട്ടി നല്ല പോലെ ഉരുകി വരട്ടെ. ഇതുപോലുള്ള ഡിഷിനൊക്കെ കരിപ്പെട്ടി ചക്കരയാണ് ഹെൽത്തിന് നല്ലത്. കരിപ്പെട്ടി ഇതാ നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ 500 ഗ്രാം എള്ളാണല്ലോ എടുത്തത്. 500 ഗ്രാം എള്ള എടുക്കുമ്പോൾ 400 ഗ്രാം കരിപ്പെട്ടി എടുക്കുന്നതാണ് കറക്റ്റ് മധുരം. മധുരം ഈ അളവിൽ നിങ്ങൾക്ക് കുറവാണെങ്കിൽ അടുത്ത തവണ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് നേർ പകുതി എടുത്താലും മതിയാവും. കരിപ്പെട്ടിയുടെ മധുരം ബ്രാൻഡുകൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാകാം കേട്ടോ. അപ്പൊ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എള്ളി ഇതാ നമ്മൾ വറുത്ത് വെച്ചത് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് നല്ല തണുത്ത ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടെ പൊടിച്ചാൽ എള്ളിൽ നിന്നും എണ്ണ പെട്ടെന്ന് പുറത്ത് വന്ന് പേസ്റ്റ് പോലെയാവും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് എള്ളിട്ട് കൊടുക്കാം. ഇത് 2 തവണയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഫൈൻ ആയിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. എള്ളിതാ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് 2 തവണ കറക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇതുപോലെയാണ് വേണ്ടത്. പൊടിച്ചെടുത്ത എള്ള് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള എള്ളും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്ത എള്ള് നേരത്തെ പൊടിച്ചതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും ബദാമും പൊടിച്ചെടുക്കാം. ഇതിന്റെ കൂടെ ഒരു 6 7 ഏലക്ക തൊലി കളഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയേ വേണ്ടൂ, അങ്ങനെ അരിഞ്ഞു പോവരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ പുറത്തു വരും. പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്ത് ഇതേ ജാറിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. തേങ്ങ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയേ വേണ്ടൂ. നിങ്ങൾ ചിരകിയെടുത്ത തേങ്ങ നല്ല നൈസായിട്ടാണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത തേങ്ങ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ലേഹ്യത്തിന് വേണ്ട എല്ലാ ചേരുവകളും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എള്ള് ലേഹ്യം ഉണ്ടാക്കി തുടങ്ങാം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടികട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. ഞാനിവിടെ ഓട്ടിന്റെ ഉരുളി എടുത്തിട്ടുണ്ട്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ചക്കര ഒഴിച്ചു കൊടുക്കാം. ചക്കര പാനി ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. തേങ്ങയും നമ്മളെ ചക്കരയായിട്ട് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ട് ഈ ഒരു പാകത്തിലാകുന്ന സമയത്ത്
നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള എള്ളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിത് എള്ള് വിരകാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് കാഷ്നട്ടും ബദാമും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലേഹ്യം ഇവിടെ വരകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പാകത്തിലാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേഹ്യാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, അപ്പോൾ കുറച്ച് നെയ്യ് വേണം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ചുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതിന്റെ കൂടെ ജീരകം ചേർക്കുന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കറുത്ത എള്ളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിന്റെ ഊർജം വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സ്ത്രീകളുടെ സ്തന വളർച്ചയ്ക്കും ചില കുട്ടികള് മെലിഞ്ഞ് കവിളൊക്കെ ഒട്ടി വലിഞ്ഞത് കാണാം. അങ്ങനെയുള്ളവർക്ക് കവിൾ തുടുത്ത് വീർക്കാനും നല്ലതാണ് എള്ള് കഴിച്ചാല്. എള്ളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പാകം അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ചെറിയൊരു ഭാഗം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കാം. നമ്മുടെ ഈ ഒരു കൈവെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് കയ്യിലൊന്നും ഒട്ടാതെ പാകത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കറക്റ്റ് പാകാണെന്ന്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഹാർഡായി പോകും. എള്ള് ലേഹ്യം തണുക്കാനായിട്ട് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്കിത് ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. ചെറിയ ചൂടോടെ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിതാ ഇവിടെ ചെറിയ ഉരുളിയായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടിയെടുക്കാൻ നോക്കരുത്, ചൂടോടെ തന്നെ ഉരുട്ടാൻ നോക്കണം. ഇതാ കുറച്ചുകൂടി ഞാൻ ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ കോരി കഴിക്കുന്ന രീതിയിലാണ് മാറ്റി വെക്കുന്നത്. ബാക്കിയുള്ള കുറച്ചുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. എള്ള് ലേഹ്യത ഇതുപോലെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതിനി ഈ ഒരു ചെറിയ ഉരുളിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉരുളിയാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. എള്ള് ലേഹ്യം ഞാൻ കുറച്ചിത് ഉരുളിയാക്കിയിട്ടും എടുത്തിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ ചില്ലിന്റെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടും ഉണ്ട്. അപ്പൊ ഇത് കുറേ നാള് സൂക്ഷിച്ചു വെക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ ചില്ലിന്റെ ജാറിലൊക്കെ ഇട്ട് വെച്ചാല്. അപ്പൊ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുളിയാക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കല്ല ഇതുപോലെ ഉരുളിയാകുമ്പോഴായിരിക്കും കഴിക്കാൻ ഇഷ്ടം. കർക്കിടക മാസത്തിൽ നിങ്ങൾ എള്ള് ലേഹ്യം ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ഒന്ന് തന്നെയാണ് എള്ള് ലേഹ്യം. തയ്യാറാക്കിയെടുക്കാനും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എള്ള് ലേഹ്യം. ഇനി ഉണ്ട ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം എത്ര നല്ല സോഫ്റ്റ് ആണെന്ന്. ഇത് കണ്ടില്ലേ, ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എള്ള് ലേഹ്യത്തിന്റെ രുചി. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും കേടാവുകയും ചെയ്യില്ല, കുറേ നാള് കേടുകൂടാതിരിക്കുകയും ചെയ്യും. നമ്മളിത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം ഓരോന്നായിട്ട് കഴിച്ചാൽ മതി. എള്ള് ലേഹ്യം തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.